السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ربنا زدنا علما. ആദ്യമായി ഈ മജ്‌ലിസിലെത്തിയ എല്ലാ സഹോദരിമാർക്കും സ്നേഹത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിന്റെ മജ്‌ലിസിൽ ഒത്തുകൂടിയ നമ്മൾക്കും ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് നമുക്ക് വരുന്ന ഓരോരോ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മൾ എത്രമാത്രം അള്ളാഹുവിനോട് കീഴൊതുങ്ങി ആവശ്യക്കാരനാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. നമ്മൾക്ക് ഓരോരുത്തർക്കും എന്തെല്ലാം കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിലും അതെല്ലാം തീർത്തു തരുവാൻ നമ്മളെ റബ്ബ് ഒരുക്കമായി നിൽക്കുകയാണ്. പിന്നെ എന്തിനാ നമ്മൾ ഭയപ്പെടുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഗാഫിറിൽ 60-ാമത്തെ ആയത്തിൽ നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് ചോദിക്കൂ, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അപ്പൊ ദുആ എന്ന ഒരു ആയുധം ആദ്യമായിട്ട് നമ്മളെ ഏൽപ്പിച്ചിട്ടാണ് അള്ളാഹു നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. നമ്മൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും, എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും, എന്ത് പ്രയാസം ഉണ്ടെങ്കിലും നമ്മളെ റബ്ബിനോട് മനംനൊന്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു നമുക്ക് അതിന് ഉത്തരം ചെയ്യും. അഥവാ ഉത്തരം ചെയ്യാൻ കുറച്ച് വൈകിയാൽ ആ സമയത്ത് അത് നമുക്ക് ഹൈറല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ല, ഇനി ഉത്തരം നൽകിയില്ല എന്ന് തന്നെ കരുതുക. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു ചെറിയ കുട്ടി നമ്മളോട് കത്തി ചോദിച്ചു കാരണം നമ്മൾ കൊടുക്കുമോ? നമുക്ക് ഏതാണ് ഹൈറ് ഏതാണ് ഷർറ് എന്നൊക്കെ നമുക്കറിയുന്നതിനേക്കാൾ നമ്മളെ റബ്ബിന് മാത്രമല്ലേ അറിയാം. കുഞ്ഞു കുട്ടികൾ കത്തി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കൂലല്ലോ. അതേപോലെ തന്നെ നമ്മൾ ചോദിക്കുന്ന കാര്യം നമുക്ക് ഹൈറാണോ ഷർറാണെന്ന് റബ്ബിന് മാത്രമേ അറിയുള്ളൂ. അപ്പൊ അത് നമുക്ക് ഹൈർ അല്ലെങ്കിൽ റബ്ബ് തരൂല, അല്ലെങ്കിൽ ആഖിറത്തിൽ വെച്ചിട്ട് നമുക്ക് തരും. അങ്ങനെയാണ് ഈ ദുആന്റെ ഒരു കാര്യം. ദുആ ചെയ്യുന്ന ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് വേണം? നിയ്യത്ത് വേണം. നീ എന്റെ ദുആ സ്വീകരിക്കണേന്നും എന്റെ ദുആ അള്ളാഹ് സ്വീകരിക്കുമെന്ന പ്രതീക്ഷയും ആത്മാർത്ഥതയുള്ള ദുആയും നമുക്ക് നിർബന്ധമാണ്. എന്ത് കാര്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, നമ്മൾ ഈ ഗ്രൂപ്പിൽ ഇപ്പൊ എന്തെല്ലാം രീതിയിൽ കഷ്ടപ്പെടുന്നവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും ഒക്കെ ഉണ്ടാവും, എന്തെല്ലാം രീതിയിൽ. പക്ഷെ എല്ലാത്തിനുള്ള ദുആ നമുക്ക് നമ്മളെ റബ്ബ് ഖുർആനിലൂടെയും ഹദീസിലൂടെയും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സഹോദരിമാരെ, നമ്മളെ ഈ ജീവിതത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് നമുക്ക് വരുന്ന ഓരോരോ പ്രയാസങ്ങൾക്കും വേണ്ടി നമ്മൾ എത്രമാത്രം അള്ളാഹുവിനോട് കീഴ്പ്പെട്ടിരിക്കുന്നു, എത്രമാത്രം നമ്മൾ ആവശ്യക്കാരനാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം. പരിശുദ്ധ ഖുർആനിൽ സുപരിചിതമായ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, അൽതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, അള്ളാഹുവിന്റെ നമ്മൾ വെറും ഫക്കീറന്മാരാണ്, നമ്മൾ വെറും ദരിദ്രരാണ്. അള്ളാഹു അനിയുൽ ഹമീദാണ്. അള്ളാഹുവിന്റെ കയ്യിൽ നമുക്ക് എത്ര തന്നാലും അള്ളാഹുവിന്റെ കയ്യിൽ നിന്നും ഒരു തുള്ളി പോലും കുറയുന്നില്ല. നമ്മൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും എന്ത് തന്നെ പ്രയാസങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ റബ്ബ് നമുക്ക് അത് തീർത്തു തരും എന്നുള്ള ആത്മാർത്ഥമായ വിശ്വാസമാണ് നമുക്ക് ആദ്യം തന്നെ വേണ്ടത്. പഠിച്ചവനോട് അവനവന്റെ ആവശ്യങ്ങൾ പറഞ്ഞോളൂ സഹോദരിമാരെ. ഈ ആവശ്യങ്ങൾ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും നമ്മുടെ ഈ കൂട്ടായ്മയിൽ എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിലും എല്ലാവർക്കും അവനവന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഭാഷയിൽ നമ്മുടെ റബ്ബിനോട് ഒരു യാചകനെ പോലെ എത്രയും വിനയത്തോടെ റബ്ബിന്റെ മുന്നിൽ കൈ ഉയർത്തി നമുക്ക് യാചിക്കാവുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് ഇങ്ങനെ പറയുന്നതായിട്ട് കാണാം. ലൈസ ശൈഉൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യവും ഒരു പ്രവർത്തനവും ഇല്ല, അക്രമലല്ലാഹി തആല ഇല്ലല്ലാഹ്, നമ്മൾ അല്ലാഹുവിനോട് നടത്തുന്ന ദുആയേക്കാളും ഉത്തമമായ മറ്റൊരു ആരാധനാ കർമ്മവും ഇല്ല എന്നാണ്. സഹോദരിമാരെ, നിസ്കാരത്തിന് ശേഷമാവാം, ഒഴിഞ്ഞിരിക്കുന്ന സമയത്താവാം, യാത്രക്കിടയിലാവാം, നമ്മൾ ചെയ്യുന്ന ജോലി തിരക്കുകൾക്കിടയിലാവാം, ഒരു ദിവസത്തിന്റെ വിവിധ സമയങ്ങളിലായി
ക്ലിയർ ഇല്ലല്ലോ, തീരെ കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല? ക്ലിയർ ഇല്ല, സൗണ്ട് കുറഞ്ഞും കൂടിയും കളിക്കുന്നു. ആണോ? ഇയർഫോൺ ഒന്ന് വെച്ചോക്കട്ടെ എന്നാൽ. ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം. ആ ഇൻഷാ അല്ലാ. അപ്പൊ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ നമുക്ക് പറയേണ്ട ഓരോരോ കാര്യങ്ങളും നമ്മൾ ഏത് സമയം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഫുൾ ടൈം നമുക്ക് അള്ളാഹിനോട് പറഞ്ഞുകൊണ്ടിരിക്കാം. അത് ഏറ്റവും 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 വലിയൊരു ഇബാദത്താണ്. അള്ളാഹു ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് പറഞ്ഞു തന്നെ നമുക്ക് എന്താണ് ഇബാദത്താണ്. ഇബാദത്തിൽ ഏറ്റവും വലിയ ഇബാദത്താണ് പ്രാർത്ഥന. അത് നമ്മൾ ഓരോ സമയങ്ങളും റബ്ബിനോട് ചോദിക്കുമ്പോഴൊക്കെ നമ്മളുടെ മീസാനിൽ കനം തൂങ്ങി തൂങ്ങി വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് നിസ്കാരത്തിന്റെ ശേഷമാവാം, ഒഴിഞ്ഞിരിക്കുന്ന സമയത്തിലാവാം, നമ്മൾ ചെയ്യുന്ന ജോലി തിരക്കുകൾക്കിടയിലാവാം, ഒരു ദിവസത്തിലെ വിവിധ സമയങ്ങളിലായി നമ്മൾ ചെയ്യുന്ന ദുആ നമ്മുടെ റബ്ബ് പരിഗണിക്കുന്നത് ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയായിട്ടാണ്. സ്ത്രീകളായ നമ്മൾക്ക് ജോലി ചെയ്യുമ്പോൾ നമ്മൾ കിച്ചണെന്നും പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രത്യേക സമയമോ സന്ദർഭമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മളിലിപ്പോ കടങ്ങളിൽ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ടാവും, അല്ലാതെ ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ടാവും, മാനസികമായ പ്രയാസങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ടാവും, സാമ്പത്തികമായിട്ട്, അങ്ങനെ എല്ലാ രീതിയിലും കഷ്ടപ്പെടുന്ന ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ടാവും. അതിനൊക്കെയുള്ള ഏറ്റവും വലിയൊരു മരുന്ന് തന്നെയാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഇബാദത്ത് എടുക്കുക എന്നത് നമ്മളെ മീസാനിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്ന കാര്യമാണ്. അത് നമ്മൾക്ക് സ്വർഗത്തിന് കാരണമാക്കുകയും ചെയ്യും എന്ന് നമുക്കറിയാമല്ലോ. അപ്പൊ സഹോദരിമാരെ, നമ്മളെല്ലാവരും അള്ളാഹുവിനനുസരിച്ച് അള്ളാഹുൽ തവക്കുൽ ചെയ്ത് വളരെ ആത്മാർത്ഥതയോടുകൂടി നിഷ്കളങ്കമായ ഹൃദയത്തോടുകൂടി നമ്മുടെ റബ്ബിനോട് ഹംദും സലാത്തും ഒക്കെ ചെയ്ത് ആദ്യം റബ്ബിനോട് കീഴൊതുങ്ങുക. റബ്ബിന് ദുആ ചെയ്യുന്നതിന് മുമ്പ് അള്ളാഹുവിനെ പുകഴ്ത്തുക, പിന്നെ ഹംദും സലാത്തും ചെല്ലുക. അള്ളാഹുവിന്റെ ഉത്തമ നാമങ്ങളൊക്കെ വിളിച്ച് പുകഴ്ത്തി നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യാം. നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, നമ്മൾ എന്തിനാ ഓരോ മക്ബറയിൽ അവിടെ ഇവിടെയൊക്കെ പോയി പറയുന്നത്? അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് നമ്മളെ റബ്ബിനോട് ചോദിച്ചാൽ റബ്ബ് നമുക്ക് ഉത്തരം തരിക തന്നെ ചെയ്യും. അപ്പൊ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തി ആ കൈ ഉത്തരം തരാതെ തട്ടി മാറ്റാൻ റബ്ബിന് ഇഷ്ടമില്ല. അപ്പൊ നമ്മൾ യാചകനെ പോലെ ചോദിച്ചാൽ അള്ളാഹ് നമ്മളെ ദുആക്ക് ഉത്തരം തരിക തന്നെ ചെയ്യും. അപ്പൊ ദുആക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ചാല്, നമ്മൾ പ്രാർത്ഥിക്കുന്നത് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയിൽ ശരിക്കും മനസാന്നിധ്യം ഉണ്ടാവണം. പിന്നെ അള്ളാഹിനെ നമ്മൾ സ്തുതിച്ചിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടൊക്കെ വേണം നമ്മൾ ആരംഭിക്കാനും, അതേപോലെ തന്നെ വേണം നമ്മൾ അവസാനിപ്പിക്കാനും. ഉത്തരം ലഭിക്കുമെന്ന ഒരു ദൃഢ മനസ്സ് വേണം നമുക്ക്. അത് വരുത്തുന്നുണ്ട്, കിട്ടുവയ്ക്കും, അങ്ങനെ വിചാരിക്കാൻ പാടില്ല. ഉത്തരം ലഭിക്കും എന്ന ദൃഢവിശ്വാസത്തോടു കൂടി തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. അതേമാതിരി പ്രാർത്ഥനയിൽ നമ്മൾ ധൃതി കാണിക്കരുത്. അള്ളാഹ്ക്കാണല്ലോ ആ യഥാർത്ഥ സമയം അറിയാം. അപ്പൊ അള്ളാഹ് സമയമാകുമ്പോൾ നമുക്ക് തന്നോളൂ. ഇനിയിപ്പോ അഥവാ നമുക്ക് ഹൈർ അല്ലെങ്കിൽ തന്നിട്ടില്ലെങ്കിലും നമ്മുടെ മീസാനിൽ കനം തൂങ്ങാൻ, നമുക്ക് ജനത്തിൽ ഫിർദൗസ് കിട്ടാൻ ഈ ഒരു വലിയ ഇബാദത്ത് കാരണമാവുകയും ചെയ്യും. പിന്നെ നമുക്ക് സന്തോഷം വരുന്ന സമയത്തും ദുഃഖം വരുന്ന സമയത്തും ഒക്കെ നമ്മൾ പ്രാർത്ഥന പതിവാക്കണം. ദുഃഖം വരുമ്പം പ്രാർത്ഥിക്കുക, സന്തോഷം വരുമ്പോൾ പ്രാർത്ഥിക്കാതിരിക്കുക, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ദുഃഖം വരുമ്പം നമ്മൾ പ്രാർത്ഥന പതിവാക്കുന്ന നേരത്ത് മാത്രമേ സന്തോഷം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും ഒക്കെ അള്ളാഹ് നമ്മളെ പ്രാർത്ഥന സ്വീകരിക്കുകയുള്ളൂ. സന്തോഷം വരുമ്പോൾ പ്രാർത്ഥിച്ചാൽ ദുഃഖം വരുമ്പോൾ അള്ളാഹിന്റെ സഹായം തീർച്ചയായും നമ്മളിൽ എത്തും. സന്തോഷം വരുമ്പോൾ നമ്മൾ അഹങ്കരിച്ച് നമുക്ക് തോന്നിയ മാതിരി നടന്നാൽ ദുഃഖം വരുമ്പോൾ അള്ളാഹിന്റെ സഹായം കിട്ടില്ല. അപ്പൊ എപ്പോഴും സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുപോലെ പ്രാർത്ഥിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഭയങ്കര ഉച്ചത്തിലും പ്രാർത്ഥിക്കരുത്, തീരെ പതുക്കെയും പ്രാർത്ഥിക്കരുത്. ഒരു പാകത്തിന് മനസാന്നിധ്യത്തോടെ അള്ളാഹിനോട് കരഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാം. നരകത്തെ ഭയപ്പെട്ടും സ്വർഗം ആഗ്രഹിച്ചും വിനയത്തോടും താഴ്മയോടും ഒരു യാചകന്റെ പോലെ നമ്മൾ പ്രാർത്ഥിക്കാം. കിബിലക്ക് മുന്നിട്ട് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കാം. ഒളുവെടുത്ത് കിബിലക്ക് മുന്നിട്ട് കൈ ഉയർത്തി അങ്ങനെ പ്രാർത്ഥിക്കാൻ വളരെയധികം ശ്രദ്ധിക്കാം. ഒരു ദാസന് തന്റെ രക്ഷിതാവിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചാൽ അതിന്റെ ശൂന്യമായി മടക്കാൻ അള്ളാഹു ലജ്ജിക്കുന്നു. സ്വഹിയായ ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ആദ്യം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതൊക്കെ പ്രാർത്ഥനയുടെ ഓരോരോ നിബന്ധനകളാണ് കേട്ടോ സഹോദരിമാരെ. അള്ളാഹുവിന്റെ മഹത്തായ നാമങ്ങളും ഉന്നതമായ വിശേഷണങ്ങളും മുൻനിർത്തിക്കൊണ്ട് നിർവഹിക്കുക പുണ്യകർമ്മങ്ങൾ എടുത്തു പറഞ്ഞിട്ടും പ്രാർത്ഥിക്കാം.
നമുക്ക് ഓർമ്മയില്ലേ ഗുഹാവാസികളെ അൽക്കാലത്തിൽ നമ്മൾ ഗുഹാവാസികളെ കഥ പഠിക്കുന്നില്ലേ? അതിൽ അവർ ഓരോരോരുത്തർ ഓരോ നന്മകൾ ചെയ്തത് എടുത്ത് പ്രാർത്ഥിക്കുമ്പോഴല്ലേ ഗുഹ ഇങ്ങനെ തുറന്നുകൊണ്ട് വരുന്നത്? അതേമാതിരി നമ്മൾ എടുത്ത് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം നമ്മൾ ഓരോ ചെയ്ത സൽക്കർമ്മങ്ങൾ. പിന്നെ നമുക്ക് വേണ്ടത് ഭക്ഷണവും വസ്ത്രവും ഒക്കെ അനുവദനീയമായിരിക്കണം. നമ്മൾ ഹലാലായ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് ഒക്കെ എല്ലാം നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മളെ സമ്പാദ്യം നമ്മളെ വസ്ത്രം ഒക്കെ ഹലാലായിരിക്കണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിഷിദ്ധമായ കാര്യങ്ങൾ പരിപൂർണമായി ഒഴിവാക്കുകയാണ്. പിന്നെ നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. നമ്മൾ ഇതൊക്കെ നമ്മളെല്ലാ പ്രയാസങ്ങളോട് റബ്ബിനോട് പറയുമ്പോഴും നമുക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളും സന്ദർഭങ്ങളും ഒക്കെ നമുക്കൊന്ന് അറിയണ്ടേ? നമ്മളെ റമദാനിലെ അവസാനത്തെ പത്തിലെ ലൈലത്തുൽ ഖദറിന്റെ രാവുകളിലെ നമ്മളെ പ്രാർത്ഥനയ്ക്ക് ഉറപ്പായി റബ്ബ് ഉത്തരം തരുന്നു പറഞ്ഞതാണ്. പിന്നെ ദിവസവും നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയമുണ്ട്. എന്നും തഹജ്ജുദിന്റെ ആ ടൈമില് രാത്രിന്റെ അന്ത്യയാമത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് ഞാനിതാ നിങ്ങൾക്ക് ഉത്തരം തരാൻ വേണ്ടി റെഡിയായി നിൽക്കുകയെന്ന് പറഞ്ഞ ആകാശത്തിന്റെ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? തഹജ്ജുദ് പതിവാക്കണം. ആ സമയത്ത് അള്ളാഹ് നമ്മളെ മുന്നിലേക്ക് ഇറങ്ങി വന്ന് ചോദിക്കുകയല്ലേ നമ്മളോട്, നിങ്ങളോട് ചോദിക്കൂ. എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നമ്മളെ റബ്ബിന്റെ മുന്നിൽ കൈ നീട്ടിയാൽ റബ്ബിന് ആ കൈ തട്ടിത്തിരിക്കാൻ കഴിയൂല. നമ്മൾ എന്ത് വിഷമുണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും പ്രയാസം ഉണ്ടെങ്കിലും ഒക്കെ തഹജ്ജുദ് നിസ്കരിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. പിന്നെ നമ്മൾ ഓരോ ദിവസവും ഫർള് നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. പിന്നെ ഈ ഫർള് നമസ്കാരത്തിന്റെ അത്തഹിയാത്തിന് ശേഷം അറബി ഭാഷയിൽ നമുക്ക് ഏതെല്ലാം പ്രാർത്ഥനകൾ അറിയാം അതൊക്കെ പ്രാർത്ഥിക്കാം. പിന്നെ 5 നേരം ബാങ്ക് കൊടുക്കുമ്പോഴും ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള സമയം അത് നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കി വെക്കണം. നമ്മളെ സമയം ആ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാങ്കിന്റെ സമയമൊക്കെ നോക്കി ഊതൊക്കെ എടുത്ത് റെഡിയായി വന്ന് ബാങ്ക് കേട്ട് ബാങ്കിന് ഉത്തരം ചെയ്ത് അതിന്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളതൊക്കെ നമ്മൾ റബ്ബിനോട് പറയും. പിന്നെ നമസ്കാരത്തിലേക്ക് നിൽക്കുന്ന സമയം നമ്മൾ നിസ്കാരത്തിൽ നിൽക്കുന്ന ആ സമയമില്ല, ആ സമയം നമുക്ക് എന്താ റബ്ബിനോട് പറയാനുള്ളത് പ്രാർത്ഥിക്കുക. പിന്നെ മഴ പെയ്യുന്ന സമയം, പിന്നെ വെള്ളിയാഴ്ച ദിവസം ഒരു പ്രത്യേക സമയമുണ്ട്. അത് അസറിന്റെയും മഗ്രിബിന്റെയും ഇടയിലാണെന്നാണ് പറയുന്നത്. അസറിന്റെ ശേഷം നമ്മൾ പ്രാർത്ഥനാ നിരതരായിട്ടിരിക്കുക മഗ്രിബ് വരെ. ആ സമയം നമുക്ക് കിട്ടുമല്ലോ. നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും റബ്ബിനോട് പറയാനുണ്ടാവും. അപ്പൊ അതൊക്കെ ദുനിയാവി ആയിട്ടുള്ളതും ആഖിറത്തിലേക്കുള്ളതും എല്ലാ കാര്യവും നമുക്ക് റബ്ബിനോട് ആ സമയത്ത് പറയാം. പിന്നെ സംസം വെള്ളം കുടിക്കുന്ന സമയത്ത് സംസം വെള്ളം കുടിച്ച ശേഷം ഒക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമുക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ പറയും. പിന്നെ സുജൂദിൽ കിടന്നുകൊണ്ട് നമ്മൾ റബ്ബിനോട് നമുക്ക് എന്തൊക്കെ വേണം അതൊക്കെ സുജൂദിൽ കിടന്നുകൊണ്ട് പറയാം. സുജൂദിൽ നമുക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ എത്ര നേരം ഉണ്ടെങ്കിലും കിടന്ന് പറയാൻ ഇന്നും അതിനുള്ള ആരോഗ്യം നമുക്ക് എല്ലാവർക്കും അള്ളാഹു തന്നെ അനുഗ്രഹിക്കട്ടെ. എത്രയോ ആളുകൾ സുജൂദിൽ കിടന്ന് പറയാൻ കഴിയാതെ കഷ്ടപ്പെടുന്നവരുണ്ടാവും. എല്ലാവരും ദുആ ചെയ്യുക. സുജൂദിൽ അള്ളാഹിനോട് നമ്മളെ കാര്യങ്ങളൊക്കെ പറയാനുള്ള ഒരു നല്ല തൗഫീഖ് നമുക്ക് എല്ലാവർക്കും തരണേന്ന്. പിന്നെ ഒരു മുസ്ലിമിന് വേണ്ടി അവരുടെ സാന്നിധ്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക. അതിനുള്ള പ്രധാന ഒരു പ്രാർത്ഥനയാണല്ലോ റബ്ബി ഉഗ്ഫിർലി വൽ വാലിദയ്യ വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ അഹ്യായ മിൻഹും വൽ അംവാത്ത്. അങ്ങനെ പറയുമ്പോൾ നമ്മളും നമ്മളെ മാതാപിതാക്കളും ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും വേണ്ടിയിട്ടും എല്ലാ മുസ്ലിമീങ്ങൾക്കും മുസ്ലിമാത്തുകൾക്കും വേണ്ടിയിട്ടും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത്രയും മലക്കുകൾ നമ്മളെ പ്രാർത്ഥന കേട്ടിട്ട് നമ്മളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. അപ്പൊ നമ്മളെ കൂടെ ഇല്ലാത്ത എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടിയിട്ടും നമ്മൾ എല്ലാ സമയവും പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. മലക്കുകളെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അള്ളാഹു തട്ടിക്കളയാത്ത പ്രാർത്ഥന. അപ്പൊ ഇതൊക്കെ നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും നമ്മുടെ അഭാവത്തിൽ നമ്മളെ സഹോദരിമാർ നമ്മളെ കൂടെ ഇല്ല, നമ്മളെ സഹോദരന്മാരില്ല, അവരുടെ മക്കള് അവരുടെ കുടുംബങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ടും നമ്മൾ പ്രാർത്ഥിക്കണം. പിന്നെ ഹജ്ജിന് പോകുന്നവരൊക്കെ അറഫയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത് റബ്ബ് തട്ടൂല. ആ ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര പ്രാധാന്യം. അപ്പം നമ്മളെല്ലാവരും ആരൊക്കെ ഹജ്ജിന് പോകാനും ഉംറക്ക് പോകാനും ഒക്കെ ആഗ്രഹിക്കുന്നു അവർക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും നമ്മളടുത്ത് എന്തുണ്ട് എന്തില്ല ഒന്നും നോക്കണ്ട. നമുക്ക് ഹജ്ജിന് പോകാനുള്ള അതിയായ ആഗ്രഹം എല്ലാ സമയവും നമ്മളെ റബ്ബിനോട് നമ്മൾ പറയാം. നമുക്ക് റമദാനിൽ ഉംറ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പൊ എല്ലാവരും റബ്ബിനോട് പറയാം, അള്ളാഹുവേ നമുക്ക് നീ എത്തിച്ചു തരണേ. എത്തിക്കുന്നവൻ റബ്ബാണ്. എങ്ങനെ നമ്മളെ കയ്യിൽ പൈസ ഇല്ലല്ലോ, ഉണ്ടല്ലോ, ഉണ്ടെന്ന് വിചാരിച്ച് പോകാൻ കഴിയണമെന്നില്ല, ഇല്ലാന്ന് വിചാരിച്ചിട്ട് പോകാൻ കഴിയൂല എന്നില്ല. എല്ലാം റബ്ബിന്റെ കൈകളിലാണ്, നമ്മളെ കയ്യിൽ ഒന്നുമില്ല. അപ്പൊ എല്ലാവരും നമ്മളെ ഹലാലായ എല്ലാ ആഗ്രഹങ്ങളും പ്രത്യേകമായിട്ട് ദുആ ചെയ്യും. പിന്നെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഒരിക്കലും ഒരാളെയും പാവങ്ങളാണെന്ന് വിചാരിക്കട്ടെ ആരായാലും ആരെയും വേദനിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പാടില്ല. കാരണം അവരുടെ പ്രാർത്ഥന അവരേത് ദീനാണ് ഏത് മതാണ് ഒന്നുമില്ല, മർദ്ദിതന്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം ചെയ്യും. അപ്പൊ അത് നമ്മളെല്ലാവരും
പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ യാത്രയിൽ ഉടനീളം നമ്മൾ പാട്ടും ഇതൊക്കെ വെച്ച് പോവുകയല്ല വേണ്ട. യാത്രയിൽ ഉടനീളം നമ്മൾ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. യാത്രയിലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് പറഞ്ഞതാ. അപ്പം യാത്രക്കാരന്റെ പ്രാർത്ഥനയും അള്ളാഹു തട്ടൂല. അപ്പൊ യാത്രക്കാരന് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മളെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് മക്കൾ പ്രാർത്ഥിക്കുന്നതും മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നതും അത് അള്ളാഹു പ്രത്യേകം പരിഗണിക്കുന്നതാണ്. അപ്പൊ അത് മറക്കാതെ മാതാപിതാക്കൾക്ക് വേണ്ടി എല്ലാ സമയവും മക്കൾ പ്രാർത്ഥിക്കുക. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളും, ഇതൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ നോമ്പുകാരുടെ പ്രാർത്ഥന റമളാൻ മാസത്തിൽ മാത്രം ആവണമെന്നില്ലല്ലോ. നമുക്ക് സുന്നത്ത് നോമ്പുകളൊക്കെ നമ്മൾ കഴിയുന്ന പോലെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. സന്ദർഭോചിതമായിട്ട് ഞാൻ പറയുകയാണ്, ഇത് റജബ് മാസമാണല്ലോ. അപ്പോൾ റജബിൽ ഇങ്ങനെ വിത്തിട്ട് ശബാനില് അതിന് വെള്ളം ഒഴിച്ച് നനച്ച് റമളാനാകുമ്പോഴേക്ക് ശരിക്കും അതിന്റെ വെള്ളം കൊഴിയാൻ വേണ്ടി നമ്മൾ സാധിക്കണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പ്രത്യേകം ദുആ ചെയ്യുക. കർമ്മങ്ങളൊക്കെ നമ്മൾ നല്ല ഉഷാറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. ഓരോ കർമ്മത്തിനും മാറ്റി കൂട്ടാൻ വേണ്ടി പരിശ്രമിക്കുക. നമ്മളെ വീടും പരിസരവും വൃത്തിയാക്കുന്ന പോലെ തന്നെ നമ്മളെ കൽബ് വൃത്തിയാക്കി എല്ലാരോടും നല്ല രീതിയിൽ പെരുമാറി എല്ലാവർക്കും നല്ലത് ചെയ്ത് അങ്ങനെ നമ്മളൊരു ഒരുക്കം റമളാനിലേക്ക്. അതാരും മറന്നു വേണ്ട. നോമ്പുകാരന്റെ പ്രാർത്ഥന ഒരിക്കലും തട്ടൂല. നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥനയും തട്ടാത്ത പ്രാർത്ഥനയാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ വീണ്ടും നമ്മൾ ഹജ്ജിനും ഉംറക്കൊക്കെ പോയാൽ ജംറകളിൽ കല്ലെറിഞ്ഞ ശേഷം 1ഉം 2ഉം ജംറകളിൽ കല്ലെറിഞ്ഞ ശേഷമുള്ള പ്രാർത്ഥന. പിന്നെ സൊഫയിലും മറവയിലും മുസ്തലിഫയിലും ഹറമിലും ഒക്കെ ചെന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഒന്നും നമ്മളെ റബ്ബ് തട്ടൂല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പിന്നെ നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മളെ ഹസന ടീച്ചർ പറഞ്ഞ മാതിരി എല്ലാ സുന്നത്തുകളും പതിവാക്കാറുണ്ടോ? അതൊക്കെ നമ്മൾ പതിവാക്കണം. എന്നിട്ട് നല്ല രീതിയിൽ നമ്മൾ കിടന്ന് എല്ലാ ദുആയും ചെയ്തുകൊണ്ട് നമ്മൾ കിടന്നുറങ്ങുക. അങ്ങനെ ഉറക്കത്തുനിന്ന് ഞെട്ടി ഉണർന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് റബ്ബി ഗ്ഫിർലി എന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ റബ്ബിനോട് പറയാം. അതിന് ശേഷം പറ്റുകയാണെങ്കിൽ എണീറ്റ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് കിടന്നാൽ അതും എന്നിട്ട് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതും ഭയങ്കര ഉത്തരമുള്ളതാണ്. അതേപോലെ തന്നെ രാത്രിയിൽ എന്നും ഒരു സമയം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയത്തും നമ്മൾ ദുനിയാവിയായിട്ടുള്ളതും ആഹ്റത്തിലേക്കുള്ളതും എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിച്ചാൽ അള്ളാഹു അതിന് ഉത്തരം നൽകുക തന്നെ ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെ നമുക്ക് ഒരു കാര്യം, ഒരു മക്കളെ കല്യാണം അല്ലെങ്കിൽ അങ്ങനെ നമ്മളൊരു വീട് വെക്കുക, നമുക്ക് പ്രധാനപ്പെട്ട എന്ത് കാര്യങ്ങളും, മക്കളൊരു ജോലി ആവട്ടെ, എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് അള്ളാഹിനോട് ചോദിക്കാൻ അതുകൊണ്ടല്ലോ പ്രാർത്ഥന, അതിനും ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നമ്മൾ ഇസ്തിഹാറ നിസ്കാരം അത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചതിന്റെ ശേഷം അതിനുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കും. അതൊക്കെ നമ്മളെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഇടും. കാരണം അതിലും കൂടി നമുക്കിപ്പോൾ പറയാനുള്ള ഒരു സമയമല്ലല്ലോ. അപ്പം ആ ഇസ്തിഹാറ നിസ്കാരം നിസ്കരിച്ചതിന് ശേഷം അള്ളാഹിനോട് ഈ കാര്യം ഹൈറാണെങ്കിൽ തരാനും ഷറാണെങ്കിൽ തട്ടിത്തിരിച്ച് അതിനേക്കാൾ ഹൈറായിട്ടുള്ളത് തരാനും വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യാം. പിന്നെ നമ്മൾ എല്ലാ കാര്യം ദുആ ചെയ്തിട്ടും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തവക്കുലാക്കണം. നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്യുക, എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹിലേക്ക് തവക്കുലാക്കുക. നമ്മളെ ദുആക്കൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല പരിപൂർണമായിട്ടുള്ള ഉത്തരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ നമ്മളെ കുട്ടികൾ, നമ്മളെ മക്കള്, ഇന്നത്തെ കാലഘട്ടത്തിൽ ശരിക്കും മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാലഘട്ടമാണ്. അപ്പം ശരിക്കും നമ്മൾ എഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങുന്നവരെ ചെറുപ്പം മുതൽ തന്നെ നമ്മൾ കുട്ടികളെ ശീലിപ്പിക്കണം. അപ്പൊ നമ്മൾ കുട്ടി ജനിച്ച ഉടനെ തന്നെ കുട്ടിക്ക് പാല് കൊടുക്കുമ്പോൾ മുതൽ ആ കുട്ടിക്ക് വേണ്ടി ഇങ്ങനെ അതിന്റെ മുമ്പേ തന്നെ നമ്മൾ എന്താ പറയാ, നമ്മൾ പ്രാർത്ഥന തുടങ്ങുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണം കഴിക്കുന്ന ആ ഒരു സമയം മുതലേ ഏറ്റവും ദീനിൽ എണ്ണനെടുക്കുക. അത് നമ്മുടെ ഈ വിഷയത്തിൽ പെട്ടതല്ലെങ്കിലും അത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. എന്നിട്ട് നമ്മൾ സംയോഗത്തിന്റെ സമയത്ത് പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ജന്നിബിനി ശൈത്വാൻ വജന്നിബി ശൈത്വാൻ മാ റസഖ്തനാ. ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. എന്നിട്ട് നമുക്ക് കുട്ടികൾ ഉണ്ടാകാൻ വയറ്റിലായാലും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും നമ്മൾ യൂനുസ് നബിന്റെ പ്രാർത്ഥന പതിവാക്കാൻ മറക്കരുത്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചതിന് ശേഷം, കാരണം 3 ഇരുട്ടുകൾ ഉള്ളപ്പോഴാണ് ഈ പ്രാർത്ഥന യൂനുസ് നബി പ്രാർത്ഥിച്ചത്. 1 പുരാതുരിരുട്ട്, 2 കടലിന്റെ ഉള്ളിൽ ഇരുട്ട്, 3 മത്സ്യത്തിന്റെ വയറ്റിലുള്ള ഇരുട്ട്. ഈ 3 ഇരുട്ടുകളിൽ നിന്നാണ് അവിടുന്ന് രക്ഷിക്കാൻ വേണ്ടി യൂനുസ് നബി പ്രാർത്ഥിച്ചത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അപ്പൊ നമുക്ക് ഏത് പ്രയാസ സന്ദർഭങ്ങളിലും നമുക്ക് പ്രാർത്ഥിക്കാനില്ല. ചില സമയത്ത് ഉണ്ടാവും നമുക്ക്
എന്ത് ചെയ്യണം എന്നറിയില്ല, ഏത് ചെയ്യണം എന്നറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് വരുന്ന സമയത്ത് നമ്മൾ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ പ്രാർത്ഥിച്ചതിന്റെ ശേഷം നമുക്ക് പറയാനുള്ളതൊക്കെ നമ്മുടെ റബ്ബിനോട് പറയാം. ആരും മറന്നു പോകരുത്. ഇതൊക്കെ ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, കുട്ടീനെ മടിയിലിരുത്തി പാൽ കൊടുക്കുമ്പോൾ മുതൽ ഉമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, കുട്ടി നല്ല കുട്ടിയാവണേ, എല്ലാം കൊണ്ട് ഹൈറാവണേ, ഇങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെ കുട്ടികളെ വിളിച്ചു ഉണർത്തുന്ന സമയത്ത് ചെറുപ്പം മുതലേ നമ്മൾ ശീലിപ്പിക്കുക. അവരെ എണീപ്പിക്കുന്ന സമയത്തുള്ള പ്രാർത്ഥന. അത് കഴിഞ്ഞ് ബാത്റൂമിൽ കൊണ്ടുപോകുമ്പോൾ, ബാത്റൂമിൽ നിന്ന് ഇറക്കുമ്പോൾ, കുട്ടികൾക്ക് ചെല്ലാൻ കഴിയില്ലെങ്കിലും നമ്മൾ ഇങ്ങനെ ആ ഒരു സമയം മുതലേ അവരെ ശീലിപ്പിച്ചാൽ പിന്നെ വളരുന്നതിനനുസരിച്ച് അവർ ഇത് കണ്ട് തന്നെയല്ലേ വളരുന്നത്. ഈ പ്രാർത്ഥന കേട്ട് തന്നെയല്ലേ. അപ്പൊ അവരും പ്രാർത്ഥിക്കാൻ പഠിക്കും. അതേമാതിരി വീട്ടിൽ നിന്നും പുറത്തു പോകുമ്പോൾ, വീട്ടിലേക്ക് കയറുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാന്ന് ചെയ്യും ഭക്ഷണം കഴിക്കാൻ. എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ബിസ്മില്ലാന്ന് ചെയ്യാൻ. അതൊക്കെ ഓരോരോ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്ന അനുസരിച്ചാണ് നമ്മളെ മക്കൾ പഠിക്കുക. അപ്പോ നമ്മളെ മക്കൾക്ക് നമ്മളാണ് മാതൃക, നമ്മളാണ് നമ്മളെ മക്കളെ പാഠപുസ്തകം. ആദ്യം തന്നെ നമ്മൾ നമ്മളെ മക്കളെ എങ്ങനെ വളർത്തുന്നോ അതനുസരിച്ചാണ് അവര് വളരുന്നത്. അപ്പൊ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം, മക്കളെ വളർത്തുമ്പോൾ ദീനിച്ചിട്ടയോട് കൂടിയിട്ട്, പ്രാർത്ഥനയോട് കൂടിയിട്ട് വളർത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കട്ടോ, മറന്നു പോകരുതേ. പിന്നെ പഠിച്ചവനോട് നമുക്ക് കടമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്, എല്ലാത്തിനുള്ള ദുആ ഖുറാനിലും ഹദീസിലും ആയിട്ട് റബ്ബ് നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ കടം കൊണ്ട് കഷ്ടപ്പെടുന്നവരും ബുദ്ധിമുട്ടുന്നവരൊക്കെ ഉണ്ടാവും. നമ്മളെല്ലാവരോടും പോയി പറയുന്നതിന് പകരം നമ്മൾ കരഞ്ഞുകൊണ്ട് ദുആ ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ റബ്ബിനോട് മനന്നൊന്ന് നമ്മൾ പ്രാർത്ഥിക്കും. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളലിക അമ്മൻ സിവാക്. അത് നമുക്ക് പഠിപ്പിച്ചു തന്ന ദുആണ്. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് അതൊക്കെ ചെയ്തുകൂടാ? അതേമാതിരി ഭയങ്കരമായിട്ട് പ്രയാസമുള്ള സന്ദർഭത്തിൽ പ്രാർത്ഥിക്കാനുള്ള എത്രമാത്രം പ്രാർത്ഥനകൾ നമുക്ക് റബ്ബ് പഠിപ്പിച്ചു തന്നു. ഇതൊക്കെ നമ്മൾ പതിവാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമുക്ക് സഹോദരിമാരെ, നമ്മളെ നിസ്കാരത്തിന് ശേഷം നമ്മൾ ഒഴിഞ്ഞിരിക്കുന്ന ഓരോരോ സന്ദർഭങ്ങളിൽ നമുക്ക് പറയാനുള്ള ഓരോരോ കാര്യങ്ങൾ നമുക്ക് റബ്ബിനോട് പറയട്ടോ. ഒരു മടിയും കാണിക്കേണ്ട. നമുക്ക് ഉത്തരം തരാൻ വേണ്ടിയിട്ട് നമ്മൾ റബ്ബ് റെഡി ആയിട്ട് നിൽക്കുക. റബ്ബിന്റെ ഖജനാവിൽ തന്നാൽ തീരാത്ത അത്രയും കാശുണ്ട്. നമുക്ക് ചോദിച്ചാൽ മതി. നമ്മൾ നല്ല മുത്തഖീങ്ങളായിട്ട് നമ്മൾ ചോദിക്കുക, റബ്ബ് നമുക്ക് തരും. ആ വിശ്വാസം വേണം, റബ്ബിനോടുള്ള തവക്കുലും വേണം. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ ഓരോരോ കാര്യങ്ങളും ഹലാലായിരിക്കണം. നമ്മളെ സമ്പാദ്യം, നമ്മൾ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ, അതൊക്കെ നല്ല രീതിയിലുള്ള അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ദുആക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് നമ്മളെ ദീൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതൊരിക്കലും മറന്നു പോകരുത്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ഓരോരോ കർമ്മങ്ങളും മീസാനിൽ ഇങ്ങനെ കനം തൂങ്ങി വരിക. നമുക്ക് രാവിലെ മുതൽ തുടങ്ങി പ്രാർത്ഥിക്കാം. നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അള്ളഹാനോട് സംസാരിക്കുന്ന പോലെ നമുക്ക് നമ്മൾ ഓരോരോ കാര്യങ്ങൾ നമ്മൾ റബ്ബിനോട് പറയാലോ, അല്ലേ? ഓരോരോ കാര്യങ്ങളും നമുക്കൊരു ഉപ്പ് വേണം, മുളക് വേണമെങ്കിൽ വരെ നമുക്ക് അള്ളഹാനോട് പറയാം. ഒരു ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പോലും നമുക്ക് നമ്മളെ റബ്ബിനോട് പറയാം. ആ ഒരു പ്രാക്ടീസ്, ആ ഒരു ശീലം, അത് നമ്മൾ പ്രത്യേകം വരുത്താൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ സഹോദരിമാരെ. എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്ത് കാര്യം വേണമെങ്കിലും നമ്മൾ അവരോടൊക്കെ പോയി പറയുന്നതിന് പകരം നമ്മൾ നമ്മളെ റബ്ബിനോട് പറയാം. എന്ത് കാര്യം ഹലാലായിട്ടുള്ള നിഷിദ്ധമല്ലാത്ത എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ റബ്ബിനോട് പറയാം. അപ്പൊ റബ്ബ് അത് കേൾക്കുകയും നമ്മൾ ഉത്തരം തരികയും ചെയ്യും. മക്കൾക്ക് വേണ്ടിയിട്ട് ചിലരൊക്കെ എന്താ ദേഷ്യം പിടിക്കില്ല നമുക്ക്. അപ്പൊ മക്കളെ ദേഷ്യം പിടിച്ചിട്ട് നമ്മൾ ഒന്നും പറയരുത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ മക്കൾക്ക് വേണ്ടിയിട്ട് ഈ പ്രാർത്ഥന, ഈ നമ്മൾ വേണ്ടാത്ത പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച് അത് ആമീൻ എന്ന അള്ളാന്റെ പ്രാർത്ഥനത്തിൽ വീണ് പോയാൽ നമ്മൾ കഷ്ടപ്പെട്ടു. അതുകൊണ്ട് മക്കളോട് ദേഷ്യം പിടിച്ചാൽ അപ്പൊ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുക, അള്ളാഹു നിങ്ങളെ നല്ല മക്കളാക്കണേ, സ്വാലിഹീങ്ങളാക്കണേ, സൽസ്വഭാവികളാക്കണേ. അങ്ങനെ നല്ല 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 കാര്യങ്ങൾ പ്രാർത്ഥിക്കാം. നമ്മൾ ദേഷ്യം പിടിച്ചാണെങ്കിലും അതൊന്നും നമ്മൾ കണക്കാക്കേണ്ട. ഒരിക്കലും മക്കൾക്ക് എതിരായിട്ട് പ്രാർത്ഥിക്കുകയേ ചെയ്യരുത് കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അള്ളാഹു നിങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ, മുത്തഖീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അങ്ങനെ ദുആ ചെയ്യും. നമസ്കാരം നിലനിർത്തുന്നവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അങ്ങനെ മക്കൾക്ക് വേണ്ടി നല്ലത് പ്രാർത്ഥിക്കാം. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കില്ലേ, റബ്ബനാ ഹബ് ലനാ മിന അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. നമ്മളെ ഇണകളെന്നും മക്കളെന്നും നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യാനും അവരെ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കാനും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കലില്ലേ. അതേപോലെ മക്കൾ നമസ്കാരം നിലനിർത്താൻ വേണ്ടിയിട്ട് റബ്ബി ജഅൽനി മുഖീമ സ്വലാത്തി വമിൻ ദുർരിയത്തി റബ്ബനാ വതഖബ്ബൽ ദുആ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് കേട്ടോ. മക്കളെ എല്ലാവരും പ്രാർത്ഥിക്കാം നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമ്മളെ മക്കൾ നല്ല മക്കളാവാൻ വേണ്ടി റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയത്തൻ ത്വയ്യിബത്തൻ ഇന്നക സമീഉ ദുആ. ഇതൊക്കെ നമ്മളിങ്ങനെ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം.
പിന്നെ നമ്മളെ മലയാളത്തിലാണെങ്കിൽ നമുക്ക് എന്തൊക്കെ നമ്മളോട് റബ്ബിനോട് പ്രാർത്ഥിക്കാനുണ്ട് അതൊക്കെ പരിപൂർണമായിട്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. പിന്നെ നമ്മളെ പോറ്റി വളർത്തിയ നമ്മളെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ മാറ്റി വെച്ച് തന്നെ പ്രാർത്ഥിക്കണം. അവരുടെ ആരോഗ്യത്തിനും അവർ നമ്മളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതുപോലെ തന്നെ അവർക്ക് എല്ലാ നന്മകളും നൽകാനും നമ്മളെ ഭർത്താക്കന്മാർക്കും അവരെ മാതാപിതാക്കൾക്കും അവരെ സഹോദരങ്ങൾക്കും നമ്മളെ മാതാപിതാക്കൾക്കും നമ്മളെ സഹോദരങ്ങൾക്കും നമ്മളെ ഇണകൾക്കും നമ്മളെ മക്കൾക്കും മരുമക്കൾക്കും പേരമക്കൾക്കും ഖിയാമത്ത് വരെയുള്ള നമ്മളെ തലമുറകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. പിന്നെ നമ്മളൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മളെ മക്കൾ കല്യാണം കഴിക്കാനുണ്ട്. അപ്പൊ അവർക്ക് നല്ല നമ്മൾ എങ്ങനെയാണ് ഏറ്റവും ദീനിയായ അണകളെ കിട്ടാൻ വേണ്ടിയിട്ടും ഏറ്റവും നല്ല സ്വഭാവമുള്ള ഏറ്റവും നല്ല അണകളെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ നമ്മളെ കുട്ടികൾ ഏറ്റവും നല്ല മക്കളാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അവർക്ക് ഏറ്റവും നല്ല അണകളെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതേപോലെ ഏറ്റവും നമ്മളെ കുട്ടികൾ പ്രഗ്നന്റ് ആണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള പ്രസവം, സുഖപ്രസവം. അതും സുഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും സ്വാലിഹീങ്ങളായ സൽസ്വഭാവികളായ സന്മാർഗികളായ പൂർണ്ണ ആരോഗ്യമുള്ള ഏറ്റവും നല്ല മക്കളെ സുഖമായിട്ട് പ്രസവിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യാം. എപ്പോഴും നമുക്ക് ഈ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുൻതു മിനൽ ളാലിമീൻ. അതേപോലെ അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വഅൻത തജഅലുൽ ഹസ്ന ഇദാ ശിഅ്ത സഹ്ല. അത് എല്ലാം എളുപ്പമാവാനുള്ള ഒരു പ്രാർത്ഥന. പിന്നെ ഓരോരോ കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ റബ്ബിനോട് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ പ്രാർത്ഥനകളിൽ വെച്ചിട്ട് ഏറ്റവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതലായിട്ടുള്ള പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. നമുക്ക് ദുനിയാവിലും നല്ലത് തരണേ, നമുക്ക് ആഖിറത്തിലും നല്ലത് തരണേ, നമ്മളെ നരക ശിക്ഷയെന്ന് നമ്മളെ കാത്തു രക്ഷിക്കണേ എന്നുള്ളത്. അപ്പൊ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാൻ ഒറ്റ മടിയും കാണിക്കേണ്ട. നമ്മൾ അതേമാതിരി സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ നമ്മൾ വർദ്ധിപ്പിക്കുന്ന സമയത്ത് നമുക്ക് സുജൂദുകൾ ഒരുപാട് വർദ്ധിപ്പിക്കാൻ കഴിയും. ഈ സുജൂദിലൊക്കെ നമ്മൾ നമ്മളെ റബ്ബിനോട് ആർക്കായിട്ട് ദുആ ചെയ്യാം. നമ്മളെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ നമ്മളെല്ലാവർക്കും ഉണ്ടാവും. ഈ ദുനിയാവില് പ്രയാസമില്ലാത്തവർ ആരും ഉണ്ടാവില്ല, ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. കുറേ പൈസ ഉണ്ട് വിചാരിച്ചിട്ട് സമാധാനമാണെന്നുണ്ടോ? ഇല്ല. ഇനി ഇല്ലാന്ന് വിചാരിച്ച് സമാധാനം കിട്ടൂല എന്നുണ്ടോ? ഒന്നുമില്ല. നമുക്ക് ഏറ്റവും സമാധാനം കിട്ടുന്ന ഒരു ലോകം വരാനുണ്ട്. നമുക്ക് എല്ലാവർക്കും അവിടേക്ക് പോകണ്ടേ സഹോദരിമാരെ? നമുക്ക് എല്ലാവർക്കും പോകണ്ടേ? നമുക്ക് ജനാത്തിൽ ഫിർദൗസിന്റെ ഏറ്റവും ഉന്നത പദവി തന്നെ നമുക്ക് കിട്ടണ്ടേ? അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ സ്വഭാവം അത് ഏറ്റവും നന്നാക്കുക. ഏറ്റവും നല്ല കൽബും സലീം, ഏറ്റവും നല്ല സ്വഭാവത്തോട് കൂടിയിട്ട് ഏറ്റവും നല്ല മനസ്സോട് കൂടിയിട്ട് റബ്ബിന്റെ മുന്നിൽ നമ്മൾ പ്രാർത്ഥനയ്ക്കിരുന്നാൽ നമുക്ക് ഹൈറായിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റബ്ബ് തരും. അതേപോലെ ആരോടും തന്നെ പിണങ്ങാൻ പാടില്ല. എല്ലാരോടും നമ്മൾ നല്ല രീതിയിൽ പെരുമാറണം. നമ്മളെ പെരുമാറ്റം, നമ്മളെ അഹ്സനായിട്ടുള്ള ഏറ്റവും നല്ല സ്വഭാവം, അതാണ് നമ്മളെ റബ്ബിന് ഏറ്റവും ഇഷ്ടം. അപ്പൊ നിങ്ങൾ ആരും മറന്നു പോകരുത്. നമ്മൾ ആരോട് നമുക്കൊരു പ്രയാസം തോന്നിയാൽ അപ്പൊ തന്നെ നമ്മൾ ആ പ്രയാസം മനസ്സിൽ നിന്ന് എടുത്തു കളയാം. ആരോടും ഒരു വെറുപ്പും ഒരു വിദ്വേഷവും ഒന്നും നമ്മൾ വെക്കരുത്. നമ്മളെ ക്ലീൻ ആയിട്ടുള്ള കൽബോടെ പ്രാർത്ഥനയാണ് അവിടെ കേൾക്കുക. നമ്മൾ ആരോടും മക്കളെ നിങ്ങൾ ആരും പിണങ്ങരുത്. എല്ലാവരോടും നമ്മളെ കൽബിൽ നല്ല ചിന്ത വേണം. നമ്മളെ കുടുംബങ്ങൾക്കും നമ്മളെ അയൽവാസികൾക്കും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും വേണ്ടിയിട്ടും നമ്മൾ നല്ലത് ചെയ്യാം, നല്ലത് പ്രവർത്തിക്കാം. നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. അപ്പോൾ നമ്മളെ കൽബ് എത്രയും നന്നായോ, നമ്മൾ എത്ര നന്നായോ അത്രയും നല്ലൊരു മനുഷ്യരായിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മളെ റബ്ബ് നമുക്ക് തീർച്ചയായിട്ടും നമ്മളെല്ലാ പ്രയാസങ്ങളും തീർത്തു തരും. അല്ലാഹുമ്മ അഹ്സൻതു ഖൽഖി, നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ കണ്ണാടിയിൽ നോക്കുമ്പോ? അല്ലാഹുമ്മ അഹ്സൻതു ഖൽഖി വ അഹ്സിൻ ഖുൽഖി. അള്ളാഹുവിന്റെ എന്റെ രൂപശക്തി ഉത്തമയാക്കിയ പോലെ തന്നെ എന്റെ സ്വഭാവത്തെ നീ ഉത്തമമാക്കണമേ എന്നാണ്. സ്വർഗത്തില് നബിമാരോടൊപ്പം നമുക്ക് ഉന്നത സ്ഥാനം കിട്ടാനും ഉന്നത ദർജ ലഭിക്കാനൊക്കെ ഈ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കണം കേട്ടോ. അത് ആരും അത്ര കണ്ണാടിയിൽ നോക്കുന്ന പ്രാർത്ഥന അല്ലേ എന്നൊന്നും വിചാരിച്ചിട്ട് അത്ര സിമ്പിൾ ആക്കി കളയരുത് കേട്ടോ. അതേമാതിരി തന്നെ നമ്മൾ ഈ പ്രാർത്ഥന ഒക്കെ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി ആകാശത്തിന്റെ 8 കവാടങ്ങളും തുറക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട് കേട്ടോ. എല്ലാവർക്കും അറിയോ? അല്ലാഹു അക്ബർ കബീറാ വൽഹംദുലില്ലാഹി കസീറാ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീലാ. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. അള്ളാഹുവിനാകുന്നു ധാരാളം കണക്കിന് സ്തുതികൾ. അപ്പം ഈ സ്തുതി മുഴുവനും അള്ളാഹുവിനാകുന്നു. രാവിലെയും വൈകുന്നേരവും ഒക്കെ ഞാൻ അവനെ വാഴ്ത്തുന്നു. ഇത് ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുന്ന ദുആണ്. അപ്പൊ ദുആന്റെ കൂട്ടത്തിൽ നമ്മൾ ഇതൊക്കെ പ്രത്യേകമായിട്ട് ഉൾപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ അസ്മാഉൽ ഹുസ്ന സുബ്ഹാനല്ലാഹു തആല നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ റബ്ബിന് വേണ്ടിയിട്ട് റബ്ബിനോട് ചോദിക്കുന്ന സമയത്ത് അള്ളാന്റെ നാമങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ ശ്രമിക്കണം.
അള്ളാഹ് 99 നാമങ്ങളുണ്ട്. അതിന്റെ ഇമ്പോർട്ടൻസോട് കൂടിയിട്ട് നമ്മൾ പഠിച്ചിട്ട് അതൊക്കെ മുൻനിർത്തി നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. പ്രത്യേകമായിട്ടും അതേമാതിരി പ്രാർത്ഥന നമ്മൾ എപ്പം ചെയ്യുന്ന സമയത്തും നമ്മളെ റബ്ബിന്റെ പ്രധാന നാമങ്ങളായിട്ടുള്ള നമ്മൾ ഇസ്മുൽ ആളം വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണേ. അപ്പൊ اللهم إني أسألك يا الله الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد أن تغفر لي ذنوبي إنك أنت الغفور الرحيم. അള്ളാഹുവേ, ഏകനും ഒരേ ഒരുവൻ, സർവർക്കും ആശ്രയം നൽകുന്നവനും സ്വയം പര്യാപ്തതയുള്ളവനും ജനിച്ചവനോ ജനിപ്പിക്കപ്പെട്ടവനോ അല്ലാത്തവനും തനിക്ക് തുല്യമായും ആരും തന്നെ ഇല്ലാത്തവനുമായ അള്ളാഹുവേ, എന്റെ പാപങ്ങൾ പുറത്തു തരാൻ നിന്നോട് ഞാൻ യാചിക്കുന്നു. നിശ്ചയം നീ ഏറ്റവും അധികം പുറത്തു തരുന്നവനും ഏറ്റവും അധികം കാരുണ്യമുള്ളവനുമാണ്. ശേഷം നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കും. അപ്പൊ ഇതൊക്കെ നമ്മളൊന്ന് പ്രാർത്ഥിയാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ദുനിയാവിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തീർക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. അതേമാതിരി എല്ലാവരും രാവിലെയും വൈകുന്നേരവും ചെല്ലുന്ന അദ്കാറുകൾ ചെല്ലാറുണ്ടോ? അത് ഭയങ്കര പ്രധാനമാണ് കേട്ടോ. അതിൽ പറയാത്ത കാര്യങ്ങൾ അതിലൊരു അർത്ഥത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. എന്തിനാ നമ്മൾ വാർദ്ധക്യമായിട്ട് വരുന്ന നമ്മുടെ വാർദ്ധക്യമായിട്ട് നമുക്ക് വരുന്ന പ്രയാസങ്ങളില്ലേ, അതിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടാൻ വരെ റബ്ബ് നമുക്ക് പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രാർത്ഥനയിൽ അതൊക്കെ ഉണ്ട്. അതേമാതിരി ആകാശങ്ങൾക്കും ഭൂമിയിലും ഇടയിൽ നമുക്ക് സംഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം നമ്മൾ പ്രാർത്ഥിക്കലില്ലേ? ആ പ്രാർത്ഥന 3 തവണ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ മോർണിംഗ് അത്താറില്. അതെന്താ? ആകാശത്തിന്റെയും ഭൂമിന്റെയും ഇടയിലുള്ള എല്ലാ പ്രയാസങ്ങളും നമ്മൾ രക്ഷപ്പെടുത്താനുള്ള പ്രാർത്ഥനയാണ്. അതേമാതിരി സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമ്മൾ രാവിലെ ചൊല്ലി വൈകുന്നേരത്തിന്റെ ഇടയിൽ നമ്മൾ അത് മനസ്സറിഞ്ഞ് ചൊല്ലി അർത്ഥമൊക്കെ മനസ്സിലാക്കി മനസ്സറിഞ്ഞ് ചൊല്ലിയിട്ട് നമ്മൾ വൈകുന്നേരത്തിന്റെ ഇടയിൽ മരിച്ചു പോവാണെങ്കിൽ നമ്മൾ സ്വർഗത്തിലാണ്. അപ്പൊ ആലോചിച്ച് നോക്കി സഹോദരിമാരെ, നമുക്ക് എന്തൊക്കെ നമ്മളെ റബ്ബ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അസറിന്റെ ശേഷം മഗ്രിബിന്റെ ഇടയിൽ നമ്മൾ ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയാല് അത് നേരം വെളുക്കുന്നവരെ നമ്മൾ അടുത്ത മോർണിംഗ് ആവുന്നവരെ നമ്മൾ മരിച്ചു പോവുകയാണെങ്കിൽ നമ്മൾ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി അർത്ഥറിഞ്ഞ് ചെയ്യുക, പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അതേമാതിരി ബിസ്മില്ലാ എന്ന് പറഞ്ഞ് നമ്മൾ ഒവ്വെടുത്ത് ഒന്നുവിന്റെ ശേഷം അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹ്ഹിരീൻ. ഇതിന്റെ പ്രതിഫലം എന്താണ് ചിന്തിച്ചിട്ടുണ്ടോ? സ്വർഗത്തിന്റെ 8 കവാടങ്ങളും നമുക്ക് വേണ്ടി റബ്ബ് തുറന്നു തരും. അപ്പൊ മറക്കാതെ എല്ലാ ഒന്നിന് ശേഷവും നമ്മൾ ഈ പ്രാർത്ഥന പതിവാക്കുക. ആരും മറന്നു പോകരുതേ. കാരണം അത്രയും വലിയൊരു ഓഫർ അല്ലേ റബ്ബ് നമുക്ക് തന്നത്. സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ നമുക്ക് വേണ്ടി തുറന്നിടുക എന്ന് പറഞ്ഞാല്. അപ്പൊ എല്ലാരും ഈ ഒരു പ്രാർത്ഥന പതിവാക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയൊക്കെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്നാണോ പ്രാർത്ഥിക്കല്? എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടാവും, പക്ഷെ നമ്മുടെ കൽബും മനസ്സും ഒക്കെ എവിടെയോ പോയിട്ടുണ്ടാവും. ആ പ്രാർത്ഥന അതിന് ഇഷ്ടമില്ല കേട്ടോ. അതിന് ഉത്തരം തരില്ല. കാരണം എന്താ വെച്ചാൽ മനസ്സ് തട്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മനസ്സറിയണം നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നതെന്ന്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴല്ലേ ആ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രാധാന്യം കിട്ടുള്ളൂ. നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടാവും, നമ്മളെ കൽബ് എവിടെയായിരിക്കോ, നമ്മളെ മനസ്സ് എവിടെയായിരിക്കോ. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. നമ്മൾ മനസ്സ് തട്ടി മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമ്മളെ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും ഒക്കെ പൊറുക്കാൻ, കണക്കില്ലാത്ത പാപങ്ങൾ പൊറുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ദുആ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലിയുൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹു സുബ്ഹാന റബ്ബിസ് സമാവാതിസ് സബ്അ വറബ്ബിൽ അർശിൽ അലീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ അടുത്തുനിന്ന് കണക്കില്ലാത്ത പാപങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ റബ്ബ് നമുക്ക് പുറത്തു തരും. അതേപോലെ തന്നെ പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലി നമ്മളും കഴിക്കണം. അതേപോലെ തന്നെ നമ്മളെ മക്കളെ നമ്മൾ അത് ശീലിപ്പിക്കണം.
അപ്പോൾ ഒരു പ്രത്യേക ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ മക്കളെ പഠിപ്പിച്ച് അവരവരുടെ മക്കളെ പഠിപ്പിച്ച് അവരവരുടെ മക്കളെ പഠിപ്പിച്ച് അപ്പോൾ അത് നമുക്കൊരു ഭയങ്കര ജാരിയായ സദസ്യമായിട്ട് മാറും അല്ലേ. നമുക്കതിനെ നമ്മളെ കപ്പട്ടിൽ ചുറ്റിയോണ്ടിരിക്കും. അങ്ങനെ ഓരോരോ കാര്യങ്ങളും നമ്മൾ പ്രത്യേക ശ്രദ്ധ പുലർത്തണം കേട്ടോ. പിന്നെ ഭക്ഷണത്തിന്റെ ശേഷം അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹദാ വയസ്ഖനി ഖൈറൻ ഹൗല മിന്നി വലാ ഖുവ. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആ ഭക്ഷണം മുതൽ അടുത്ത ഭക്ഷണം വരെയുള്ള പാപം പ്രഭു നമ്മുടെ അടുത്ത് നിന്ന് പുറത്തു തരുന്ന. അങ്ങനെ ഓരോരോ ഭക്ഷണത്തിന് ശേഷം നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മൾ അധികം പാപമൊന്നും ചെയ്യാണ്ട് റബ്ബിന് ഇഷ്ടപ്പെട്ട രീതിയിൽ റബ്ബിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളായിട്ട് ജീവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതേമാതിരി ഓരോ ഭക്ഷണശേഷമുള്ളത് പിന്നെ ഓരോ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും ബിസ്മില്ലാ ചെല്ലിങ്ങായിട്ട് എന്തിപ്പോ നമ്മളൊരു ഗ്യാസ് അടുപ്പ് കത്തിക്കുകയാണ്, അതിൽ എന്ത് പാചകം ചെയ്യുമ്പോഴും എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ബിസ്മി ചെല്ലാൻ മറക്കരുത്. നമ്മൾ നമ്മളെത്രയൊക്കെ നമുക്ക് തന്ന റബ്ബിനെ സ്തുതിക്കാൻ നമ്മൾ ഒരിക്കലും മറന്നു പോയിക്കൂടാലോ. നമ്മളൊരു വിരൽ അനങ്ങുന്നത്, നമ്മൾ ഈ കാണുന്ന കാഴ്ച ശക്തി, കേൾവി ശക്തി, നമ്മൾ നടക്കുന്നത്, ഇരിക്കുന്നത്, നിൽക്കുന്നത്, ഇതൊക്കെ ആരാ നമുക്ക് തന്നത്? ഇതൊക്കെ നമുക്ക് പ്രദാനം ചെയ്ത നമ്മളെ റബ്ബ് സുബ്ഹാനഹു വ തആലയെ നമ്മൾ മറക്കാൻ പറ്റുമോ സഹോദരിമാരെ? ഒരിക്കലുമില്ല. എപ്പോഴും റബ്ബിന് ഇഷ്ടപ്പെടുന്ന ഉത്തമ ദാസന്മാരായിട്ട് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമ്മളെ ഖുറാനിലും ഹദീസിലും ആയിട്ട് എത്രമാത്രം ദുആകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് 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 ദുആകൾ അള്ളാഹും റസൂലും നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖുറാനിൽ കൂടെ ഇഷ്ടം പോലെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഹദീസുകളിലും കൂടെ എല്ലാ കാര്യത്തിനും മക്കൾക്ക്, നമുക്ക് ഇണകളെ കിട്ടാനും, മക്കൾക്ക് വേണ്ടിയിട്ട്, മാതാപിതാക്കൾക്ക് വേണ്ടി, ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും വേണ്ടിയിട്ട് നമുക്ക് എന്ത് പ്രയാസം വന്നാലും എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും ഇതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം, പ്രാവർത്തികമാക്കണം. അതിനെ നമ്മൾ ഒരിക്കലും മറക്കരുത്. അതേമാതിരി നമ്മൾ നമ്മളെ മാതാപിതാക്കളെ ഒരിക്കലും വേദനിപ്പിക്കരുത്. ഓർമ്മയില്ലേ, ഛേ എന്നൊരു വാക്ക് പോലും അവരോട് നമ്മൾ പറയരുത്. അവരെന്ത് വേണേൽ പറഞ്ഞോട്ടെ, ചിലർക്ക് മാനസികമായിട്ട് പ്രയാസങ്ങൾ ഉണ്ടാവും, അവര് പറയും, അതൊക്കെ നമ്മൾ കേൾക്കുക എന്നല്ലാതെ തിരിച്ച് നമ്മൾ അവരോട് ഒരു വിഷമവും ബുദ്ധിമുട്ടും അവരോട് പ്രകടിപ്പിക്കരുത്. കാരണം ചെറുപ്പം മുതൽ നമുക്കറിയില്ലേ, നമ്മളൊക്കെ ഉമ്മമാരല്ലേ, നമുക്കറിയില്ലേ, നമുക്ക് ഒരു കുട്ടി വയറ്റിലാവുന്ന ആ സമയം മുതൽ ആ കുട്ടീനോട് നമുക്ക് സ്നേഹം. അത് കഴിഞ്ഞ് അവർ പുറത്ത് വന്നാലും ഉറക്കൊഴിഞ്ഞ് അവരെ നോക്കുന്നു, അവരുടെ എല്ലാ മൂത്രം ഒക്കെ എടുത്ത് അവർക്ക് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഇവർക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കിടന്ന് മരിക്കല്ലേ നമ്മൾ ഓരോ അമ്മമാർക്ക്. അപ്പൊ നമ്മളെ അമ്മമാർക്ക് വേണ്ടിയിട്ട് ഒരിക്കലും 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 നമ്മൾ അവർക്ക് ഒരു പ്രയാസവും വരുത്തരുത്. മരിച്ചു പോയ ആണെങ്കിൽ അവർക്ക് വേണ്ടി എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യാം. ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നല്ലതിന് വേണ്ടിയിട്ട് എപ്പോഴും പ്രാർത്ഥിക്കുക. അവർക്ക് ആയുസ്സിനും ആരോഗ്യത്തിനും അവരുടെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടത്താനും വേണ്ടിയിട്ട് എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം. അതേപോലെ നമ്മളെ ഭർത്താക്കന്മാരും നമ്മളെ കല്യാണം കഴിച്ച ആ കാലം മുതൽ നമുക്കും നമ്മളെ മക്കൾക്കും വേണ്ടിയിട്ട് അവര് അഹോരാത്രം പരിശ്രമിക്കുകയാണ്. നമ്മൾ ഓരോ കാര്യത്തിനും നമ്മൾ അവർക്ക് വേണ്ടിയിട്ടും പ്രത്യേകം 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 ദുആ ചെയ്യണം. ഈ ദുആകളിലൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എല്ലാവരെയും സ്വാലിഹീങ്ങളുടെയും സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ദുആ ചെയ്യണം. അതേമാതിരി നമ്മളെല്ലാവരെയും സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നത പദവിയായ ജന്നാത്തുൽ ഫിർദൗസ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ദുആ ചെയ്യണം. കാരണം ഇവിടെ നമുക്ക് എന്ത് ബുദ്ധിമുട്ടുകളും എന്ത് പ്രയാസങ്ങളും ഉണ്ടെങ്കിലും നമുക്ക് വരാൻ പോകുന്ന ഒരു ലോകമുണ്ട്. അതാണ് നമ്മളെ സമാധാനം. നമ്മളിപ്പോ ഒരു കടല്, ആ കടലിന്റെ ഉള്ളിൽ ഒരു വിരല് മുക്കിയിട്ട് അതിൽ നിൽക്കുന്ന ഒരു തുള്ളിയില്ലേ, അത്രയും നമുക്ക് ഈ ദുനിയാവുള്ളൂ. ബാക്കി മുഴുവൻ പിന്നെ അങ്ങോട്ട് നമ്മുടെ ജീവിതം മുഴുവൻ എന്താണ്, ഈ പരന്ന് കിടക്കുന്ന കടലിന്റെ അത്രയും പരന്ന് കിടക്കുകയാണ്, യാതൊരു അറ്റവും ഇല്ല. അപ്പൊ അത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ഒരിക്കലും കരുതരുത് ഈ ദുനിയാവാണ് നമുക്ക് എല്ലാം ഒന്നും. ഈ ദുനിയാവ് നമുക്ക് പരീക്ഷണത്തിനുള്ള ഒരിടം മാത്രമാണ്. നമ്മുടെ സൂറത്തിൽ എന്നും നമ്മൾ ഓതുന്ന സൂറത്തിൽ മുൽക്കില് അള്ളാഹു നമ്മളോട് പറയുന്നില്ലേ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. മരണവും ജീവിതവും നമുക്ക് തന്നത് നമ്മളിൽ ഏറ്റവും നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യുന്നവർ ആരാണെന്ന് പരീക്ഷിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലേ. നമുക്ക് ഈ ജീവിതം അള്ളാഹ് തന്നത് എന്തിനാണ്? നമ്മളിൽ ഏറ്റവും നല്ല രീതിയിൽ ഇബാദത്ത് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്നവർ ആരാണെന്ന് പരീക്ഷിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളെ മീസാനിൽ കനം കൂടി 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 വരുന്ന ഏറ്റവും നല്ല ഒന്നുകൊണ്ട് നമുക്ക് ഏത് ടൈമിലും ദുആ ചെയ്യാം. നമുക്ക് പീരീഡ് ആണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് എന്ത് സന്ദർഭത്തിലും സാഹചര്യത്തിലും, നമ്മളിപ്പോ ഒരു കല്യാണത്തിന് പോയതാണ്, അല്ല നമ്മൾ അടുക്കളയിൽ പണിയെടുക്കുകയാണ്,
വിരുന്ന് പോയതാണ്, സുഖടരെ കാണാൻ പോയതാണ്, യാത്രയിലാണ്, ഏത് സന്ദർഭങ്ങളിലും നമുക്ക് അള്ളാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളെ മിസാലിൽ കനം കൂടി 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 വരും. അതേപോലെ തന്നെ നമ്മുടെ ദിക്റ് ദുആകൾ ഒരുപാട് വർദ്ധിപ്പിക്കും. ഈ ദിക്റ് ദുആകളൊക്കെ നമ്മളെ മിസാലിൽ ഇങ്ങനെ കനം കൂട്ടി 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 വരും. നമുക്ക് എല്ലാവർക്കും വലത് കയ്യിൽ ഏട് വാങ്ങണ്ടേ, എളിയൂല് നമ്മളെ പേരൊക്കെ വരണ്ടേ, സിറാത്ത് പാലം നമുക്ക് മിന്നൽ വേഗത്തിൽ കിടക്കണ്ടേ. അപ്പൊ ഇതിനൊക്കെ വേണ്ടി നമ്മളെ റബ്ബിനോട് താണ് കേണപേക്ഷിക്കുക. പഠിച്ചോനെ നമ്മളെല്ലാ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും ദോഷങ്ങളും നമ്മളെ റബ്ബും പുറത്ത് മാപ്പാക്കി നമുക്ക് ഏറ്റവും ഉന്നത സ്വർഗമായ ജന്നാത്തിൽ ഫിർദൗസ് തന്നെ തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിപ്പോ റംലാനിലേക്ക് കടക്കുകയാണ്. എല്ലാരും നമ്മൾ ഇബാദത്തുകളൊക്കെ വർദ്ധിപ്പിക്കുക, പ്രാർത്ഥന വർദ്ധിപ്പിക്കുക. നമുക്ക് നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യാനുള്ള എല്ലാ സന്ദർഭവും സാഹചര്യവും ഒക്കെ റബ്ബ് ഉണ്ടാക്കി തരണേന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. നമ്മളെ ഒരു രോഗങ്ങളെ കൊണ്ടോ ഒരു ബുദ്ധിമുട്ടുകളെ കൊണ്ടോ ഒരു പ്രയാസങ്ങളെ കൊണ്ടോ ഒന്നും കഷ്ടപ്പെടുത്തരുതേ എന്ന് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കും. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട തേട്ടാണ് അള്ളാഹുമ്മ ഇനി അസ്അലുക്കൽ മുആഫാത ഫിദ്ദുനിയ വൽ ആഖിറ. അള്ളാഹുവേ, ഞാൻ നിന്നോട് ഇഹത്തിലും പരത്തിലും ആരോഗ്യത്തെ ചോദിക്കുന്നു. ഈ ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റൂല, നമ്മളെ കാര്യങ്ങളൊന്നും വേണ്ട രീതിയിൽ ചെയ്യാൻ പറ്റൂല, നമ്മൾ വേണ്ട രീതിയിൽ നമുക്ക് ഒരു ഇബാദത്തും ചെയ്യാൻ പറ്റൂല. അപ്പൊ പ്രത്യേകമായിട്ട് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രത്യേകമായിട്ട് ദുആ ചെയ്യണം കേട്ടോ. പിന്നെ നമ്മളെല്ലാ അനുഗ്രഹങ്ങളും നിലനിൽക്കാൻ വേണ്ടിയിട്ടും അള്ളാഹു നമ്മളെ പ്രാർത്ഥന പഠിച്ചു തന്നിട്ടുണ്ട്. അതേമാതിരി ഈമാൻ പുതുക്കാനും നമ്മളെ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാ വദർക്കി ശഖാ സൂഇൽ ഖളാ വശമാതത്തിൽ അദാ. നമ്മള് പരീക്ഷണ ഘട്ടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ടും ഈ പ്രാർത്ഥിക്കണം. അതേമാതിരി അള്ളാഹുമ്മ ഇന്നി അഊദു ബിക من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. അള്ളാഹുവേ, അനുഗ്രഹം ഇല്ലാതായി പോകുന്നതിൽ നിന്നും സൗഖ്യം നീങ്ങി പോകുന്നതിൽ നിന്നും പെട്ടെന്നുള്ള നിന്റെ ശിക്ഷ വന്നു ചേരുന്നതിൽ നിന്നും നിന്റെ എല്ലാ കോപത്തിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. എന്താ നമ്മളെ റബ്ബ് നമ്മളെ പഠിപ്പിച്ചു തരാത്തത്? ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കാത്ത ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അതേമാതിരി നമ്മളെ ഈമാൻ പുതുക്കാൻ നമ്മൾ എപ്പോഴും അള്ളാഹുമ്മ ജദ്ദിദിൽ ഈമാൻ ഫീ ഖൽബി. അള്ളാഹുവേ, എന്റെ ഹൃദയത്തില് ഈമാനെ പുതുക്കി തരാൻ. അതേമാതിരി അള്ളാഹുമ്മ യാ മുഖല്ലിബുൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. നമ്മളെ ദീനിന്റെ മാർഗത്തിൽ എപ്പോഴും ഉറപ്പിച്ചു നിർത്താനുള്ള പ്രാർത്ഥന. അപ്പൊ ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ മനസ്സിലാക്കി അത് ശരിക്കും നമ്മളെ ജീവിതത്തിൽ പകർത്തി പ്രാവർത്തികമാക്കാൻ പ്രത്യേകമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. അതേമാതിരി നമസ്കാരത്തിന്റെ ഓരോ 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 പ്രാർത്ഥനകളും പ്രത്യേകം പഠിച്ച് നമസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണം. എന്നാലേ നമുക്ക് നിസ്കാരത്തിന് ഖുശൂ ഉണ്ടാവുള്ളൂ. നിസ്കാരത്തെ ശ്രദ്ധയോടെ നിസ്കരിച്ചാലേ നമ്മുടെ നിസ്കാരം പരിപൂർണമായിട്ടും അള്ളാഹു സ്വീകരിക്കുള്ളൂ. അപ്പൊ നിസ്കാരത്തിലും നിറയെ പ്രാർത്ഥനകളാണ്. എല്ലാ പ്രാർത്ഥനകളും നല്ല രീതിയിൽ പഠിക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും അത് നമ്മളെ ജീവിതത്തിൽ പകർത്താനും എല്ലാവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതേമാതിരി നമ്മൾ ദിവസവും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഒരു തവണയെങ്കിലും നമ്മൾ പൂർണ്ണമായിട്ടും അസ്മാഉൽ ഹുസ്ന ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെന്തൊക്കെയാണ്? അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും പ്രത്യേകമായിട്ട് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. പിന്നെ ഇപ്പൊ റംളാൻ മാസമാണ് വരുന്നത്. റംളാൻ മാസത്തിൽ എല്ലാവരും പ്രാർത്ഥനയ്ക്ക് തന്നെ സമയം കണ്ടെത്തുക. എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ട് തന്നെ ഒരു കാർഡ് ഉണ്ടാക്കിയിട്ട് അതിൽ നമുക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ള എല്ലാ കാര്യങ്ങളും എഴുതുക. എന്നിട്ട് ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനക്ക് പ്രഭുത്തരം തരുന്നുള്ള ദൃഢവിശ്വാസത്തോടു കൂടി തന്നെ നമ്മൾ പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ നമ്മളെ റബ്ബ് നമ്മളെ കൈവിടൂല എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസവും സ്വീകരിക്കുന്നുള്ള തവക്കുലും നമുക്ക് എപ്പോഴും ഉണ്ടാവും. പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും അള്ളാഹു ഒരു ആയുധാക്കി തന്നതാണ്. പ്രാർത്ഥന ഈമാനിന്റെ ഏറ്റവും വലിയൊരു ഭാഗമാണ്. പ്രാർത്ഥന വിവാദത്തിന്റെ മജ്ജയാണ്. ഇതൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് സമയം കണ്ടെത്തി പ്രാർത്ഥനയ്ക്ക് അള്ളാഹ് പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ അനുസരിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. സൂറത്തുൽ ഫാത്തിഹയിൽ ദിവസം നിർബന്ധമായിട്ടും 17 തവണ നമ്മൾ ചെയ്യുന്നില്ലേ? നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം സഹായം തേടുകയും ചെയ്യുന്നു അല്ലേ?
അള്ളഹാനോട് മാത്രമല്ല, അല്ലാണ്ട് നമ്മൾ ആരോട് സഹായം തരാൻ പാടില്ല. പിന്നെ സൂറത്ത് നംലിൽ 62-ാമത്തെ ആയത്തിൽ അള്ളാഹു ശരിക്കും പറയുന്നുണ്ട്, കഷ്ടപ്പെട്ടവൻ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവന്റെ ദുആക്ക് ഞാൻ ഉത്തരം നൽകും, അവന്റെ പ്രയാസം ഞാൻ തീർത്തു കൊടുക്കും. പ്രത്യേകമായിട്ട് അള്ള പറയുന്നുണ്ട്. അള്ളാന്റെ വാക്ക് അള്ള തട്ടൂലല്ലോ, ഒരിക്കലും തട്ടൂല. അള്ളാന്റെ വാക്ക് അള്ളാന്റെ വാക്ക് അള്ളാഹു തട്ടുകയില്ല. അത് സത്യമാണ്. അപ്പൊ അള്ളഹാനോട് നമ്മൾ ഒരു യാചകനെ പോലെ യാചിക്കുക. ഒരു ചെറിയ കുട്ടികൾ എന്തെങ്കിലും ഒന്ന് കിട്ടണം എന്ന് വാശി പിടിച്ച ഒരു ടോയോ അല്ലെങ്കിൽ മുട്ടായി കിട്ടണം എന്ന് വാശി പിടിച്ച് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കിട്ടുന്നവരേ കരയും. അതേപോലെ നമ്മളെ കാര്യങ്ങളൊക്കെ അള്ളഹാനോട് പറഞ്ഞ് കിട്ടുന്നവരേ നമ്മൾ ദുആ ചെയ്യണം, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം, ജീവിതത്തിൽ പ്രത്യേകമായിട്ട് പകർത്തണം. ഒരിക്കലും ദുആക്ക് യാതൊരു കുറവും വരുത്താൻ പാടില്ല. ഏത് സമയത്തും എവിടെ വെച്ചും ബാത്റൂമിൽ പോകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, വരുമ്പം പ്രാർത്ഥിക്കാം, ബാക്കി സമയങ്ങളിലൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ റബ്ബ് റെഡി ആയിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥന ചെയ്യാൻ വേണ്ടി മറന്നു പോകരുത്. വെള്ളിയാഴ്ചകളിലൊക്കെ അസറിന്റെ ശേഷം ഒഴിഞ്ഞിരിക്കുക. മഗ്‌രിബ് വരെ നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റബ്ബിനോട് പറയുക. അങ്ങനെ ഓരോ 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 കാര്യങ്ങളും ഓർത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി റമളാൻ മാസമാണ് വരുന്നത്. നോമ്പുകാരന്റെ പ്രാർത്ഥന ഒരിക്കൽ കൂടെ ഞാൻ പറയാണ്, നോമ്പുകാരന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്ന ഉറപ്പാണ്. നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ പലഹാരമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി 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 ടേബിളിൽ മേൽ വെച്ച കുറേ സമയം എടുക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ തന്നെ ഒരു അരമണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ ഒരു 1/4 മണിക്കൂർ മുമ്പിൽ നമ്മൾ പണിയൊക്കെ തീർത്ത് ടേബിൾ മേൽ ഇരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് നല്ലപോലെ റബ്ബിനോട് പ്രാർത്ഥിക്കുക. വലിയ വലിയ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരെ രോഗം ശിഫയാക്കാൻ റബ്ബിന് കഴിയൂലേ? റബ്ബിന് കഴിയാത്തായിട്ട് യാതൊന്നുമില്ല. നമ്മൾ ഓരോരുത്തരെയും അനുഭവം നമ്മൾ എടുത്തു വെച്ച് നോക്കി ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പ്രാർത്ഥനന്റെ ഉത്തരം. അപ്പൊ എല്ലാവരും തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ ഓർക്കുക. അതേപോലെ അത്താഴ സമയത്ത് മറക്കരുത് പ്രാർത്ഥിക്കാൻ. ഇഷ്ടംപോലെ അള്ളഹാനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക. ഇസ്തിഗ്ഫാർ ഭയങ്കരമായിട്ട് നമുക്ക് എല്ലാ കാര്യത്തിലും നന്മ നൽകുന്നതാണ്. ഇസ്തിഗ്ഫാർ എപ്പോഴും അസ്തഗ്ഫിറുല്ലാഹി വ അതൂബു ഇലൈഹി, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമുക്ക് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ഇതൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കൽബ് കൂടെ ഉണ്ടാവുന്ന മാത്രം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചാൽ മതി. പ്രാർത്ഥന എല്ലാ സമയത്തും നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ കാര്യമായിട്ട് ഒഴിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ പൊതുവെടുത്ത് പറ്റുകയാണെങ്കിൽ ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് അള്ളാന്റെ മുമ്പിൽ കൈ നീട്ടി ഇതിലെ കുഞ്ഞായിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ എടുത്ത് പറയും. കുറച്ച് സമയം ഡെയിലി നമ്മൾ അതിനു വേണ്ടി കണ്ടെത്താൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ശ്രമിക്കുക. നമ്മളെ എല്ലാ ദുആക്കും അള്ളാഹു പരിപൂർണമായിട്ട് ഉത്തരം തരട്ടെ. നമ്മൾ ഹൃദയം തട്ടി തന്നെ ദുആ ചെയ്യാൻ ഒരിക്കലും മറന്നു പോകരുത്. നമ്മളെ കുട്ടികളെ മനസ്സിൽ ചെറുപ്പത്തിൽ തന്നെ അള്ളഹാനോടുള്ള സ്നേഹം നമ്മൾ പ്രത്യേകമായിട്ട് വെക്കണം. ദുആന്റെ സുന്നത്തുകളും അതിന്റെ ഓരോരോ കാര്യങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ ദുആ ചെയ്യണം. അള്ള തരും എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി നമ്മൾ ദുആ ചെയ്യുക. ഒരടിമ അതിനെ നല്ല രീതിയിൽ ഓർമ്മിച്ചാൽ അള്ള തരിക തന്നെ ചെയ്യും. അള്ളാഹുലേക്ക് നമ്മൾ നടന്നെടുത്താല് അള്ള നമ്മളിലേക്ക് ഓടിയെടുക്കും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിൽ വെക്കുക, മറന്നു പോകരുത്. ഇനി നമുക്കൊരു പ്രാർത്ഥന നടത്താം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. അള്ളാഹുവേ, എനിക്കും നമ്മളെ ഈ കൂട്ടായ്മയിലുള്ള ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാവിധ തെറ്റുകുറ്റങ്ങളെയും പാപങ്ങളെയും ദോഷങ്ങളെയും ഒക്കെ റബ്ബേ നീ പുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാവിധ തെറ്റുകുറ്റങ്ങളെയും പാപങ്ങളെയും ദോഷങ്ങളെയും റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. ശപിക്കപ്പെട്ട പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്നും എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസത്തിൽ നിന്നും എല്ലാവിധ ഇടങ്ങേറ് ബലാൽ മുസീബത്തിനും അല്ലാഹുവേ നീ ഞങ്ങളെ കാത്തി രക്ഷിക്കണേ തമ്പുരാനെ. നമ്മളെല്ലാവരെയും നീ ഹിദായത്തിലാക്കണേ റബ്ബേ, നേർമാർഗത്തിലാക്കണേ തമ്പുരാനെ. കടങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാവരുടെ കടങ്ങളും നീ വീട്ടിൽ കൊടുക്കണേ തമ്പുരാനെ. രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാവരുടെ രോഗങ്ങൾക്കും നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. സാമ്പത്തികമായി കഷ്ടപ്പെടുന്ന എല്ലാവരുടെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീ തീർത്തു കൊടുക്കണേ തമ്പുരാനെ.
പഠിച്ചോനെ, വീടില്ലാത്തവർക്ക് നീ വീട് നൽകണേ തമ്പുരാനെ. ബുദ്ധിമുട്ടും പ്രയാസവും ഏതെല്ലാം രീതിയിൽ അനുഭവിക്കുന്നോ, ശാരീരികമായിട്ടും മാനസികമായിട്ടും ഏത് രീതിയിൽ ഏത് രീതിയിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുടെയും എല്ലാവിധ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും റബ്ബേ നീ പുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. പഠിച്ചോനെ, നമ്മളെ കുടുംബത്തെയൊക്കെ നീ സ്വാലിഹായ കുടുംബാക്കി തരണേ തമ്പുരാനെ. നമ്മളെ ഭവനങ്ങളൊക്കെ നീ സന്തോഷത്തിന്റെ ഭവനങ്ങളാക്കി തരണേ. നമ്മളെ എല്ലാവരുടെയും മനസ്സുകളെ നീ നന്നാക്കി തരണേ തമ്പുരാനെ. ഹൃദയങ്ങളെ നീ നന്നാക്കി തരണേ തമ്പുരാനെ. നിന്റെ ഇഷ്ടദാസന്മാരിൽ ഉണ്ടായിരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്ന എല്ലാ ഗുണങ്ങളും നീ ഞങ്ങളിൽ വളർത്തി തരണേ റബ്ബേ. നീ വെറുക്കുന്നതായ ദുർഗുണങ്ങളിൽ നിന്ന് നീ ഞങ്ങൾ അകറ്റണമേ തമ്പുരാനെ. അച്ഛനെ, അറിഞ്ഞും അറിയാതെ എന്ത് തെറ്റുകുറ്റങ്ങൾ പാപങ്ങൾ ദോഷങ്ങൾ ഞങ്ങൾ ചെയ്തു പോയെന്ന് പറഞ്ഞു പോയെന്ന് പ്രവർത്തിച്ചു പോയെന്ന് നാദാ നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളെ മക്കളെ നീ കാത്തോളണേ റബ്ബേ. ദീനിയായ സ്വാലിഹ്യങ്ങളായ സൽസ്വഭാവികളായ സന്മാർഗികളായ മക്കളാവണേ റബ്ബേ. ദുനിയാവിലേക്കും ആഖിറത്തിലേക്കും നമുക്ക് ഉപകാരപ്പെടുന്ന നല്ല മക്കളാക്കണേ റബ്ബേ. ഇന്നിന്റെ കാലഘട്ടത്തിൽ എന്തൊക്കെയാ റബ്ബേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പഠിച്ചോനെ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നീ ഞങ്ങളെല്ലാവരെയും ലോക മുഅ്മിനീങ്ങളെയും കാത്ത് രക്ഷിക്കണേ തമ്പുരാനെ. എല്ലാ വലിയ വലിയ മാരകമായ രോഗങ്ങളിൽ നിന്നും ദുർമരണത്തിനും അപകട മരണത്തിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും ചീത്തപ്പേരിനും മാനക്കേടിനും മാനഹാനിയിൽ നിന്നും പകർച്ചവ്യാധിയിൽ നിന്നും തീരാ ദുഃഖങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും വെള്ളപ്പാണ്ടെന്നും കുഷ്ഠരോഗത്തിൽ നിന്നും ഭ്രാന്തെന്നും അർബുദത്തിൽ നിന്നും എല്ലാവിധ മാരകമായ രോഗങ്ങളിൽ നിന്നും ദുർവിധികളിൽ നിന്നും ദുർയോഗങ്ങളിൽ നിന്നും ശത്രുക്കൾ സന്തോഷിക്കാൻ ഇടവരുത്തുന്നതിൽ നിന്നും എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസത്തിൽ നിന്നും അല്ലാഹുവേ ഞങ്ങളെ കാത്തിരിക്കണേ തമ്പുരാനേ. ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൽ എന്തെല്ലാം പ്രയാസങ്ങൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ആരൊക്കെ അനുഭവിക്കുന്നുണ്ടോ, കടക്കണിയിൽപ്പെട്ടവരുണ്ടോ, ഏത് രീതിയിൽ ബുദ്ധിമുട്ടുന്നവരുണ്ടോ റബ്ബേ. ഈ ഇരുമിന്റെ മജ്‌ലിസുകൾ, ഈ മലക്കിന്റെ സാന്നിധ്യമുള്ള ഈ മജ്‌ലിസിൽ ഞാൻ എന്നോട് മനമൊന്ന് പ്രാർത്ഥിക്കുക റബ്ബേ. കഷ്ടപ്പെടുന്ന എല്ലാവരുടെ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കണമേ തമ്പുരാനേ. എല്ലാ അനുഗ്രഹങ്ങളും നീ നൽകണേ തമ്പുരാനെ. ദുആ കൊസിയത്തേടെ എല്ലാവരുടെ ദുആക്കും നീ ഉത്തരം നൽകണേ തമ്പുരാനെ. നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ഗ്രൂപ്പിൽ ഒരുപാട് സഹോദരിമാർ നമുക്ക് ദീൻ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മളുടെ അടുത്തേക്ക് വരുന്ന എല്ലാ ടീച്ചർമാർക്കും പഠിച്ചോനെ അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും നീ വാരിക്കോരി നൽകണേ തമ്പുരാനെ. എല്ലാ ആഴ്ചയിൽ 7 ദിവസവും നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തു നമുക്ക് വേണ്ടി ഈ ഗ്രൂപ്പ് ഒരുക്കി തരുന്ന എല്ലാ ടീച്ചേഴ്സിനും നമ്മൾ ഈ കുടുംബത്തിൽപ്പെട്ട എല്ലാവർക്കും നീ എല്ലാ നന്മകളും നൽകണേ തമ്പുരാനെ. ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുകയാണ് റബ്ബേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. പഠിച്ചോനെ, നമുക്ക് നീ ഏറ്റവും നല്ല മരണം തരണേ തമ്പുരാനെ. പഠിച്ചോനെ, നമ്മളെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല ഭാഗം അവസാന ഭാഗമാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഏറ്റവും നല്ല കർമ്മം അവസാന കർമ്മമാക്കണേ തമ്പുരാനെ. നമ്മൾ ഏറ്റവും നല്ല ദിവസം അതിനെ മുട്ടുന്ന ദിവസമാക്കണേ തമ്പുരാനെ. ഹാത്തിമ ഞങ്ങൾ അന്ത്യം നീ നന്നാക്കണേ തമ്പുരാനെ. നമ്മൾക്ക് എല്ലാവർക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ എത്തിച്ചു തരണേ തമ്പുരാനെ. പഠിച്ചോനെ, ഏറ്റവും നല്ല മരണം തരണേ തമ്പുരാനെ. ഒരു കോപ്പയിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നത് പോലെ അത്രയും നല്ല രീതിയിലുള്ള ഒരു മരണം, അത്രയും നല്ല രീതിയിൽ റൂഹ് പിടിക്കുന്ന അത്രയും നല്ലൊരു മരണം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ മാതാ. പഠിച്ചോനെ, ഞങ്ങളുടെ എല്ലാവരുടെയും ഞങ്ങളുടെ മുമ്പ് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ ആരൊക്കെ നമ്മളെ കുടുംബത്തിൽ നമ്മളെ പ്രിയപ്പെട്ടവരിൽ നമ്മളെ ബന്ധുമിത്രാദികളിൽ ആരെല്ലാം മരണപ്പെട്ടു പോയോ അവരുടെ എല്ലാവരുടെയും കബറുടെ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. അവരുടെ കബറിൽ നീ ജന്നത്തിൽ നിന്നുള്ള അരുവി ഒഴുക്കി കൊടുക്കണേ റബ്ബേ. ജന്നത്തിൽ നിന്നുള്ള കവാടം തുറന്നു കൊടുക്കണേ റബ്ബേ. നാളെ നമ്മൾ പഠിച്ചോനെ നമ്മൾ പോയി കിടക്കുന്ന സമയത്തും റബ്ബേ നമ്മളെ മക്കളെ ദുആക്കെ നമുക്ക് പരിപൂർണമായിട്ട് കിട്ടണേ. എല്ലാരും നമുക്ക് വേണ്ടി ദുആ ചെയ്യണേ അല്ലാ. പഠിച്ചോനെ, ഖബറിലെ അദാബിനെ തൊട്ടൊക്കെ നീ ഞങ്ങൾ എല്ലാവരെയും കാത്തിരിക്കണേ തമ്പുരാനെ. പഠിച്ചോനെ, നമ്മള് ഖബറിന്ന് എഴുന്നേൽക്കുമ്പോ റബ്ബേ അർശിന്റെ തണൽ നൽകി നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ റബ്ബേ. വിചാരണ കൂടാതെ സ്വർഗത്തിൽ കിടക്കാൻ ഞങ്ങൾ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. വലതു കൈയിൽ ഏട് കിട്ടുന്ന സൗഭാഗ്യവാന്മാരിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഇല്ലയൂനിൽ പേര് വരുന്ന സൗഭാഗ്യവാന്മാരിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. സിറാത്ത് പാലം മിന്നൽ വേഗത്തിൽ കടന്നു പോകാൻ കഴിയണേ റഹ്മാനെ. പഠിച്ചോനെ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകൾ കൊണ്ട് ഹൗദുൽ കൗസറിലെ വെള്ളം കുടിക്കാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. പഠിച്ചോനെ, രാവിലെയും വൈകുന്നേരമൊക്കെ റളിയതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബിമുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യാ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കൈ പിടിച്ച് കയറ്റി സ്വർഗത്തിലേക്ക് കയറ്റുന്നാണ് പറയുന്നത്. പഠിച്ചോനെ, ആ മുത്തക്കിങ്ങൾ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. പഠിച്ചോനെ, ഒരു രീതിയിൽ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും നീ വെക്കലല്ലാ.
അള്ളാഹു നേരെ ജന്നാത്തുൽ ഫിർദൗസിന്റെ ഏറ്റവും ഉന്നത പദവി തന്നെ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അനുഗ്രഹിക്കണേ റബ്ബേ. നമ്മൾ ഖുർആൻ ഹിഫ്ളാക്കാനും അത് തദബ്ബുർ ചെയ്യാനും അത് പഠിക്കാനും അത് പഠിപ്പിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും ഒക്കെ കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് തമ്പുരാനെ. എല്ലാവർക്കും ഖുർആൻ അതിൻ്റെതായ രീതിയിൽ ഉൾക്കൊണ്ട് ജീവിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും ഉള്ള നല്ല തൗഫീഖ് നൽകി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. നമ്മളെ ഈ ഗ്രൂപ്പിൽ എല്ലാതരം ക്ലാസ്സുകളും ഉണ്ട് മുമ്പേ അതിനു വേണ്ടിയൊക്കെ പ്രയത്നിക്കുന്ന എല്ലാ സഹോദരിമാർക്കും പഠിച്ചോനെ നീ അതിൻ്റെതായുള്ള തക്കതായ പ്രതിഫലം തന്നെ നൽകി അനുഗ്രഹിക്കണേ. ജന്നാത്തുൽ ഫിർദൗസിൽ പറഞ്ഞൊരു അനുഗ്രഹം പഠിച്ചോനെ. ജന്നാത്തുൽ ഫിർദൗസ് തന്നെ തരണേ തമ്പുരാനെ. ജന്നാത്തുൽ ഫിർദൗസ് തന്നെ തരണേ റബ്ബേ. ജന്നാത്തുൽ ഫിർദൗസ് തന്നെ തരണേ റബ്ബിനെ. അല്ലാഹു അക്ബർ കബീറ അൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല. പഠിച്ചോനെ നമ്മളെല്ലാ പാപങ്ങളും പുറത്ത് ജനാത്തുൽ ഫിർദൗസിന്റെ ഉന്നത പദവിയിൽ നീ ഞങ്ങളെ എത്തിക്കണേ റഹ്മാനേ. ദുആ ചെയ്ത എല്ലാവരുടെ ദുആക്കും നീ ഉത്തരം നൽകണേ തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب اغفر لي ولوالدي يوم يقوم الحساب. رب اغفر لي ولوالدي والمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب ارحمهما كما ربياني صغيرا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب هب لي من الصالحين. رب هب لي من الصالحين. رب هب لي من الصالحين. رب هب لي من لدنك ذرية طيبة إنك السميع الدعاء. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء. رب اجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ദിവസവും നിങ്ങൾ 3 തവണ ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കുകയും അതുപോലെ നരകത്തുനിന്ന് മോചനം തേടുകയും ചെയ്യാൻ മറക്കരുതേ. അതെനിക്ക് പറയാൻ വിട്ടുപോയതാണ്. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. اللهم إني أسألك الجنة وأعوذ بك من النار. اللهم إني أسألك الجنة وأعوذ بك من النار. اللهم إني أسألك الجنة وأعوذ بك من النار. ربنا تقبل منا. ربنا تقبل منا. ربنا تقبل منا. പഠിച്ചോനെ ഞങ്ങളെല്ലാ പ്രാർത്ഥനകളും എല്ലാ കർമ്മങ്ങളും എല്ലാ ഇബാദത്തുകളും അതിൻ്റെതായ രീതിയിൽ തന്നെ പരിപൂർണമായിട്ട് നീ സ്വീകരിക്കണേ തമ്പുരാനെ. അതേപോലെ നമ്മൾ ഓരോ സാന്ദർഭികമായിട്ട് പറയാണ് ഓരോ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. പറയാൻ ആരും മറക്കരുതേ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين.